എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാട് ആറങ്ങാലി മണപ്പുറം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു മണപ്പുറമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പ്രദേശത്തേക്ക് ഒരുപാട് ആളുകൾ വരാറുണ്ട് കുളിക്കാനും, അതുപോലെ തന്നെ ഈ മണപ്പുറത്തിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷേ അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുകൂടി ഇതെന്ന് അറിയാത്തവരാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു 10:00 കൂടി എളവൂരിൽ നിന്നും, അതായത് പാറക്കടവ് പഞ്ചായത്ത് 1-ാം വാർഡ് എളവൂര്, അവിടെ കൊടുമ്പിള്ളി വീട്ടിൽ ജോഷി മകൻ കൃഷ്ണൻ എന്ന 30 വയസ്സുള്ള ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചാണ് വന്നത്. കുടുംബാംഗം അവർ കസിൻസൊക്കെ പാടെ കൂടി, അവർ ബന്ധുക്കളൊക്കെ പാടെ കൂടിയിട്ടാണ് ഒരു 10:00 കൂടിയിട്ട് ഈ ആറങ്ങാലി മണപ്പുറത്ത് വന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ നോക്കാനായിട്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ കുട്ടികളെ നോക്കാനായിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം ബാക്കിയുള്ളവർ അക്കരയ്ക്ക് നീന്തി അവിടെ അക്കരയ്ക്ക് 2-3 പേര് അക്കരയ്ക്ക് എത്തി. ഇതിൻ്റെ ഇടയിൽ ഈ നോക്കാൻ ഏൽപ്പിച്ച ഈ കുട്ടികളിൽ ഒരാൾ പുഴയിലേക്ക് പതുക്കെ നീന്തി. അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നീന്തി അവസാനം ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. പക്ഷേ കൃഷ്ണൻ അപകടത്തിൽപ്പെട്ടു. കൃഷ്ണൻ അതിനുശേഷം നാട്ടുകാരും പരിസരവാസികളൊക്കെ പാടെ കൂടി കൃഷ്ണനെ പുറത്തെടുത്തുവെങ്കിലും അപ്പോഴേ തന്നെ ഇത്തിരി ക്രിട്ടിക്കൽ സ്ഥിതിയായിരുന്നു. ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. വളരെ ദുഃഖകരമായ വാർത്ത. നമുക്കറിയാം, ഈ ചാലക്കുടി പുഴയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കയങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ സ്ഥലം. ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ കസിൻസൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ആറങ്ങാലി മണപ്പുറത്ത് വരാറുണ്ട്. അവർക്ക് പരിചയമുള്ള സ്ഥലമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാലോ എന്തും സംഭവിക്കാം. ഇന്നിപ്പോൾ സംഭവിച്ചത് അങ്ങനെയാണ്. ഒരട്ടി റെയിൽവേ ഗേറ്റിന് അപ്പുറത്തുള്ള നമ്മുടെ KPMSൻ്റെ ഓഫീസിൻ്റെ ഒക്കെ അടുത്തുള്ള തിമത്തി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ 2 മക്കൾ, അവർ ഈ കാഴ്ച കണ്ട് ഈ കൃഷ്ണനെ രക്ഷപ്പെടുത്തി അവരാണ് പുഴയിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃഷ്ണൻ മരണപ്പെടുകയായിരുന്നു. എറണാകുളത്തുള്ളൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള ഈ പ്രായത്തിലൊക്കെ മരണപ്പെടുന്ന വാർത്ത കേൾക്കുമ്പോൾ വലിയ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വേനൽക്കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പുഴകളിലൊക്കെ ചെന്ന് നമ്മൾ കുളിക്കാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷെ അവിടെയൊക്കെ പഴയ പുഴയല്ല, പലപ്പോഴും കുഴികളും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. പാറക്കാട് പഞ്ചായത്തിലെ 1-ാം വാർഡ് എളവൂരിലെ കൊടുമ്പിള്ളി വീട്ടിൽ ജോഷി മകൻ കൃഷ്ണൻ 30 വയസ്സെന്ന ചെറുപ്പക്കാരൻ ആറങ്ങാലി മണപ്പുറത്ത് അവിടെ കുളിക്കാനിറങ്ങിയപ്പോൾ മരണപ്പെട്ട വാർത്തയാണ് നിങ്ങളെ അത്യന്തം വ്യസനപൂർവ്വം അറിയിക്കുന്നത്. കാടുകുറ്റി പഞ്ചായത്തിലെ ആറങ്ങാലി കടവിൽ എളവൂര് കൊടുമ്പള്ളി വീട്ടുമേലുള്ള 30 വയസ്സുള്ള കുട്ടിയും അവൻ്റെ കൂട്ടുകാരും, അവർ 6 പിള്ളേരാണ്. 10:30 ആയപ്പോഴാണ് ആറങ്ങാലി കടവിലേക്ക് വന്ന് അവർ ഈ പുഴയിലേക്ക് ഇറങ്ങുകയും അവിടെ പുഴ നീന്തി കടക്കലും, ഇതിനു മുമ്പ് അവർ പല പ്രാവശ്യം ആറങ്ങാലി കടവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവർ നീന്തി കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഇവിടെ നിർത്തിയുണ്ട്. വേറെ 2 കുട്ടികൾ ഇവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് കവലായിട്ട് ഒരു കുട്ടീനോട് നിർത്തുകയും ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് നീന്തുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയിൽ കുട്ടി തളർന്ന് വീണതായിട്ടാണ് അവർ നമ്മളോട് പറഞ്ഞത്. തളർന്ന് വീണപ്പോൾ ആ കുട്ടീനെ അവിടെ അടുത്തുള്ള വണ്ടിക്കുന്നത്തുള്ള 2 കുട്ടികളാണ് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ വെള്ളത്തിൽ പോയ കുട്ടീനെ പിടിച്ച് കരോട്ടയ്ക്ക് ആക്കുകയും എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പരിസരവാസികളായി എല്ലാവരും കൂടി ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ കുട്ടികൾ ഇടയ്ക്കിടെ 6 പേര് ഒരുമിച്ച് വരാറുണ്ട്. അവർ ബന്ധുക്കളും കൂടിയുണ്ട്. ഇതിനകത്ത് ഒരു ബന്ധുക്കൾ ഒരുമിച്ചാണ് ഈ ആറങ്ങാലി കടവിലേക്ക് വന്നത്. എളവൂര് പ്രദേശത്ത് പാറക്കടവ് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കുട്ടികളാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്.